കേവലം ഒരാഴ്ച കൊണ്ട് രാജ്യമെമ്പാടും ശ്രദ്ധിക്കുന്ന വിധത്തിൽ ഒരു സമൂഹ മാധ്യമ മുന്നേറ്റം സൃഷ്ടിക്കപ്പെടുകയും കേന്ദ്ര സർക്കാർ ഇടപെട്ട് അതിനെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് വർത്തമാനകാല ഇന്ത്യയിലെ പ്രധാന കാഴ്ച. ഒരാഴ്ച മുൻപ് പരിഗണനയ്ക്ക് വന്ന ഹർജിയുടെ വാദത്തിനിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ വിവാദ പരാമർശത്തിന്റെ ചുവട് പിടിച്ചാണ് സാമൂഹ്യ മാധ്യമത്തിൽ ജൻസി പ്രതിഷേധം എന്ന പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സമൂഹ മാധ്യമ ക്യാമ്പയിന്റെ തുടക്കം. പാറ്റകളെ പോലെ കുറെ യുവാക്കളുണ്ട്. ഒരു തൊഴിലുമില്ലാത്ത അവർ മാധ്യമപ്രവർത്തകരും സമൂഹ മാധ്യമ RTI ആക്ടിവിസ്റ്റുകളുമെല്ലാമാകും. അവർ ഭരണ സംവിധാനങ്ങളെയും ആക്രമിക്കും എന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങൾക്കെതിരെ ചെറുപ്പക്കാർ അടക്കമുള്ളവരുടെ വിമർശനം കടുത്തതോടെ രാജ്യത്തെ യുവജനതയെ അല്ല, വ്യാജ ഡിഗ്രികളുമായി നടക്കുന്ന ചിലരെ കുറിച്ചാണ് തന്റെ പരാമർശമെന്നും യുവജനങ്ങൾ വികസിത ഇന്ത്യയുടെ ആണിക്കല്ലാണെന്നുമെല്ലാം ചീഫ് ജസ്റ്റിസ് വിശദീകരണം നൽകുകയും ചെയ്തു. എന്നാൽ കത്തിപ്പടർന്ന പ്രതിഷേധത്തെ തണുപ്പിക്കാൻ ഈ വിശദീകരണം അപര്യാപ്തമാകുന്നതാണ് പിന്നീട് കാണാനായത്. ആം ആദ്മി പാർട്ടി മീഡിയ കോഓർഡിനേറ്റർ ആയിരുന്ന മഹാരാഷ്ട്ര സ്വദേശി അഭിജിത് ദീപ്കെ എന്ന യുവാവാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിട്ട് സമൂഹ മാധ്യമ പേജുകൾ ആരംഭിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിലും എക്സിലും വൻ പ്രതികരണം സൃഷ്ടിക്കുകയും BJPയുടെ ഔദ്യോഗിക അക്കൗണ്ടുകളെ കടത്തിവെട്ടി മുന്നേറുകയും ചെയ്തതോടെ കേന്ദ്ര ഭരണകൂടം കടുത്ത നടപടികളുമായി ചാടിയിറങ്ങി. CJP രാജ്യ പരമാധികാരത്തിന് ഭീഷണിയാണെന്നും രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്ന ഉള്ളടക്കങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തിയതെന്നും വിശദീകരണം നൽകിയിരുന്നു. ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞതെങ്കിലും ഇടതുപക്ഷം ഉൾപ്പെടെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളുടെ ചുവട് പിടിച്ചുള്ള പ്രകടന പത്രികകളുമായാണ് കേന്ദ്ര ഭരണകൂട സംവിധാനങ്ങൾക്കുമെതിരെ CJP ആക്രമണം അഴിച്ചുവിട്ടത്. ഇതാണ് പുതുതലമുറയിൽപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കാൻ കാരണമായതും. ഭരണകൂട സംവിധാനങ്ങളെ വിലക്കെടുക്കാൻ മടിക്കാത്ത BJP രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെയും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും എങ്ങനെയാണ് കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷം കൃത്യമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവശക്തി, നിലവിലെ ഭരണകൂടത്തിന്റെ നിലപാടുകളിലും തീരുമാനങ്ങളിലും കടുത്ത അസംതൃപ്തിയുള്ളവരായി മാറിയിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. CJP എന്ന സാമൂഹിക മാധ്യമ കൂട്ടായ്മ പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയും ഇക്കാര്യം വ്യക്തമാക്കുന്നു. ഒരു ചീഫ് ജസ്റ്റിസിനും വിരമിക്കൽ ആനുകൂല്യം നൽകില്ല. അർഹരായ ഒരാളെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യും. പാർലമെന്റ്, നിയമസഭകളിൽ സ്ത്രീ പ്രാതിനിധ്യം 50%. അംബാനി, അദാനി ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. കൂറുമാറിയാൽ 20 വർഷത്തേക്ക് മത്സരിക്കാനോ അധികാര പദവികൾ വഹിക്കാനോ അനുവദിക്കില്ല തുടങ്ങിയവയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇവയിൽ ഒന്നുപോലും പുതുമയുള്ളതല്ല. BJP അധികാരത്തിലെത്തിയ കാലം മുതൽ രാജ്യത്തെ ഇടതുപക്ഷം അതിശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകളും ആവശ്യങ്ങളും തന്നെയാണ് ഇവയൊക്കെ. ഇത്തരം കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് മാത്രം. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് അഴിമതികൾക്കെതിരെ എന്ന പേരിൽ തുടങ്ങിയ അരാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് ആം ആദ്മി പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയത്. വളരെ പെട്ടെന്ന് പുതുതലമുറയിൽപ്പെട്ടവരുടെ പ്രതീക്ഷയായി മാറിയെങ്കിലും കൃത്യമായ രാഷ്ട്രീയമോ സൈദ്ധാന്തിക അടിത്തറയോ ഇല്ലാത്ത ജനക്കൂട്ടത്തിന്റെ താൽക്കാലിക ആശ്വാസമാണിതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയതും കാലമത് തെളിയിച്ചതുമാണ്. തുടക്കത്തിലെ മുന്നേറ്റങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും അധികാരവാഴ്ചയ്ക്കും ശേഷം BJPയുടെ B ടീം എന്ന നിലയിലേക്ക് മാറുന്ന കാഴ്ചയും കാണാനായി. BJPയെയും സംഘപരിവാറിനെയും എതിർക്കാനും നേരിടാനും അരാഷ്ട്രീയ സംവിധാനങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും കഴിയില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. അത്തരം മുന്നേറ്റങ്ങളെ അടിച്ചമർത്താനും അതല്ലെങ്കിൽ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാനും ഭരണകൂട സംവിധാനങ്ങളെ അപ്പാടെ ഉപയോഗിക്കുന്നതിൽ മോദിക്കും കൂട്ടർക്കും യാതൊരു മടിയുമില്ല. BJPയെയും സംഘപരിവാർ ശക്തികളെയും എതിർക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനാണ് പുതിയ തലമുറയിൽപ്പെട്ടവർ മുന്നിട്ടിറങ്ങേണ്ടത്. ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ BJP അവർക്ക് അനുകൂലമാക്കുകയും ഭരണകൂട സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാജ്യസ്നേഹത്തിന്റെയും രാജ്യസുരക്ഷയുടെയും പേരിൽ എന്ത് ദ്രോഹ നടപടികളും ചെയ്യാൻ വർഗീയതയും കപട രാജ്യസ്നേഹവും കൈമുതലാക്കിയ ഇക്കൂട്ടർ മടിക്കില്ല എന്നതും ഓർമ്മിക്കേണ്ടതാണ്.